ഉറങ്ങാനും കൂടി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു ആറോലപ്പത് ഇന്നും അത് രാവിലെ നേരം വെളുപ്പൊക്കെ എന്ത് പോയിന്റെ മോളെ ഉറങ്ങാൻ തമ്പിക്കുന്നില്ലേ? എന്തിനിങ്ങനെ അറുവലാക്കുന്നത്? ഞാനൊരു മുട്ട ഇട്ടു. അതിനാ ഇത്ര വലിയ പൊല്ലെന്തിരാക്കുന്നത്? വിറ്റ് മുട്ടകളെങ്ങനെടാ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്? നായിന്റെ മോനെ മുട്ടയിട്ടാണോ കോഴി കുഞ്ഞുങ്ങളുണ്ടാകുന്നത്? അപ്പൊ നിൽക്കുന്നതൊന്നും അറിയില്ല മോനെ. മുട്ട വിരിഞ്ഞാണ് കോഴിക്കുഞ്ഞുണ്ടാകുന്നത്. അപ്പൊ ഞാനും മുട്ട വിരിഞ്ഞാണ് ഉണ്ടായത്. മണ്ടൻ, നിന്റെ അമ്മ പ്രസവിച്ചതാടാ. ഞങ്ങൾ പക്ഷികൾ മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങളുണ്ട് വിരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കാം. മുട്ട വിരിയുമ്പോ എനിക്കും കാണാലോ. ഇതിപ്പൊന്നും വിരിയില്ല മോനെ. ഞാൻ ഇതുപോലെ ഒരു 4 മുട്ട ഇടും. 2 എണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ടകളുടെ പുറത്ത് ഞാൻ ഇരിക്കും. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ വരും. ഹായ്, കോഴിക്കുഞ്ഞിനൊക്കെ കാണാൻ നല്ല പാങ്ങണ്ടായിരിക്കും അല്ലേ? ഏയ്, എന്ത് നായിന്റെ നിനക്ക് വേണ്ടത്? ഞാൻ മുട്ടയെന്ന് നോക്കുമായിരുന്നു ഒന്ന് കാണാൻ. വേണ്ട വേണ്ട, ആ തരികളൊന്ന് ഈടത്തില പാവല. വലിയ ഡിമാൻഡ്. ഞങ്ങക്ക് മുട്ടയും കാണണ്ട, കുഞ്ഞിനും കാണണ്ട. ഹായ്, എന്ത് പാങ്ങുണ്ടാവും അതിനെ കാണാൻ, അതിനോട് കളിക്കാൻ. എല്ലാം പോയി ഈ കോയിന്റെ മോൾ തമ്പിച്ചിട്ട് വേണ്ടേ? എന്തൊരു അറുവരപ്പ ഇത്. ഇന്നും കാലത്തന്നെ നേരം പോലത്തെ കുറെ കിടക്കുമ്പോ കുറെ ലേട്ടായും ചെയ്തിന്. ഹായ്, പക്ഷി കുഞ്ഞുങ്ങളാണെന്താന്നോ നോക്കിക്കളയാം. പക്ഷികളൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ശബ്ദം കോഴിക്കുണ്ടടുത്താണ് കേൾക്കുന്നത്. ഹായ് കോഴിക്കുഞ്ഞ്, പേടിക്കേണ്ടതായിന്റെ അവനെ. കുഞ്ഞുങ്ങളെ പത്ത് നോക്കണോ? പേടിക്കേണ്ട മക്കളെ. ഇന്ന് അതിന്റെ മോൻ നിങ്ങൾ ഒന്നാക്കല. അപ്പൊ കോഴിന്റെ മോളെ, എനിക്കൊരു ഡൗട്ട്. കോഴിയമ്മയും ഇതുപോലെ മുട്ട വിരിഞ്ഞാണോ ഉണ്ടായത്? അതെ. എന്താ ഡൗട്ട് ഉണ്ടാ? അപ്പൊ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? എന്തൊരിത്, ഈനോടെ മുട്ടികളാണ് അവിടെ.